ഓ ബ്ലഡ് ഈ തിരുവിലാപിൽ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും നിത്യരക്ഷയ്ക്കു വേണ്ടി ചിന്തപ്പെട്ട രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ തിരുജലമേ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ മുമ്പേ ഈ ജൂലൈ അവസാനം ഓഗസ്റ്റ് അവസാനത്തിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട, ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കും ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് ജോർജ്. എനിക്കധികം അറിയില്ലായിരുന്നു. അയാൾ ചാനലിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. പക്ഷേ BJP പോയിട്ടും അയാൾ വിശ്വാസം പാർത്ത ഒരു പാലക്കാരനാണ് കുര്യൻ ജോർജ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഒരു ചെറിയ കാര്യത്തിൽ ഒരു പെശകുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മളൊക്കെ അതിഥികളാണ് ഇവിടെ. ആണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എൻ്റെ പൂർവികരും നിങ്ങളുടെ പൂർവികരും ഒക്കെ അതിഥികളായിട്ട് പുറത്തു വന്നവരാണോ ഇവിടെ? അല്ല, നമ്മൾ ഈ മണ്ണിൻ്റെ മക്കളാണ്. ഈ ഭാരതത്തിൽ ജനിച്ച് വളർന്നവരാണ് നമ്മുടെ പൂർവികരെല്ലാം. ഞങ്ങൾ പറയുക, തൃശ്ശൂർക്കാരായ ഞങ്ങളുടെ ഭാഗത്തുള്ളവർ പറയും, പാലൂരിന് അടുത്താണ് എൻ്റെ വീട്, ഞങ്ങൾ പറയും കിട്ടൻ നമ്പൂരിയുടെ മക്കളും തലമുറ വന്നവർ നിങ്ങൾ പറയും. അങ്ങനെ കിട്ടെന്ന് പേര് കിട്ടിയെന്ന് പറയും. പോട്ടെ. അതുപോലെ ഊർക്ക് പുറത്ത് വന്നവരാണ് പുറത്തൂരായത്. അങ്ങനെ കാരണന്മാരിങ്ങനെ പറയാറുണ്ട്. ശരിയാണത്, അതാണ് ശരി. തോമാസ് ലീഹായോ മിഷണറിമാരോ പുറത്തുനിന്ന് വന്നവരാണ്. അവരെ മുഴുവൻ അങ്ങോട്ട് സ്വീകരിച്ചൊന്നുമില്ല. വലിയ പുണ്യൊന്നും പറയണ്ട. ഹിന്ദുക്കളെല്ലാവരും കൈനീട്ടി അങ്ങ് സ്വീകരിച്ചൊന്നുമല്ല. അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് കർത്താവ് നൽകിയ കൃപയാൽ ആ തോമാസ് ചേർന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് സ്വീകരിക്കുന്ന നിവൃത്തിയില്ല. ഇതൊരു ദിവ്യനായ അങ്ങനെ ഒരു ധാരണയുണ്ട്. നമ്മുടെ ഇന്ത്യ സംസ്കാരത്തിൽ, ഏത് സംസ്കാരത്തിലായാലും അത്ഭുതങ്ങൾ കാണുക, അടയാളങ്ങൾ കാണുമ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെയുള്ള അത് ദൈവം കൊടുത്ത വരാണ്. ഇതിൽ പറയില്ലേ, നടപടി പുസ്തകത്തിൽ പറയും, ഈ ദൈവം അപ്പോസ്തലന്മാരെ അവരുടെ വചനങ്ങളെ അടയാളങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ അടയാളങ്ങളായിട്ട് അത്ഭുതങ്ങൾ നടന്നു. രോഗശാന്തി, മറ്റുള്ള കാര്യങ്ങൾ നടന്നു. പാലുവിനെ കുറിച്ച് പറയും, ആ വെള്ളം പൊക്കുന്നു, അവിടെ നിൽക്കുന്നു. പിന്നെ കൊട്ടാരം പണി, ഇങ്ങനെ പല കാര്യങ്ങൾ തോമാസിനെ കുറിച്ച് ഐതിഹ്യങ്ങളാണെന്ന് മറ്റൊരു പറഞ്ഞാലും കുറേയൊക്കെ സത്യമുണ്ട്. തോമാസ് വന്ന തെളിവുകളും നമുക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പോലെ മറ്റുള്ള അപ്പോസ്തലന്മാർ ഓരോ രാജ്യത്തേക്ക് പോയി. പൗലോസിൻ്റെ ലേഖനം ചരിത്രം മാത്രം കൃത്യമായിട്ട് എഴുതിപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. എല്ലാവരും യഹൂദരായിരുന്നു. ക്രിസ്ത്യാനിയ ശേഷവും അദ്ദേഹത്തിന് യഹൂദ സമൂഹത്തിലോ അപ്പോസ്തലന്മാർ സമൂഹത്തിൽ അംഗീകാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പരിശുദ്ധാത്മാവിൽ വിളിക്കപ്പെട്ടവനാണ് പൗലോസ് അപ്പോസ്തലൻ. എന്നിട്ട് മറ്റവരെക്കാൾ കൂടുതൽ സഹിച്ചുകൊണ്ട് അന്നത്തെ സംസ്കാര സമ്പന്നമായ അറിയപ്പെടുന്ന ലോകമായ ഗ്രീസിലും അതിനോട് ബന്ധപ്പെട്ട സൈപ്രസിലും മറ്റുള്ള ടൗണുകളൊക്കെ പോയി. തെസലോണിക്ക, കൊറിന്ത്, ഫിലിപ്പി, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൂടെ പോവുകയാണ്. ഇന്നത്തെ മാതിരി പോക്കൊന്നുമല്ല. എങ്ങനെയൊക്കെ പോയി കൂടെ നമുക്കറിയില്ല. അത് കഴിഞ്ഞ് അവസാന പുള്ളിക്ക് ദൈവം കൊടുത്ത തീരുമാനമാണ് റോമിലേക്ക് പോകാൻ. അന്നത്തെ റോമൻ ലോകത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കല്ല, അന്ന് റോമായിരുന്നു. അന്ന് ലണ്ടനുമല്ല. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലേക്ക് പോവാണ്. ആ പോണവർ കപ്പൽ തടയുന്നു. ആ മാൾട്ടയിൽ പോയിട്ട് ഐലൻഡിൽ പോകുന്നു. അവിടെ അദ്ദേഹത്തിന് സ്വീകരിക്കപ്പെടുന്നു. അവിടെയും അത്ഭുതം ചെയ്തിട്ടാണ്. അവിടെ പാമ്പുകളായിരുന്നു. അപ്പോൾ പൗലോസ് ചുറ്റി പറഞ്ഞു. പൗലോസ് കഴിവണ കോതറി കളഞ്ഞ് പാമ്പിനെ തീയിൽ കിട്ടും. നമ്മുടെ മൃഗസ്നേഹികളെ ശ്രമിക്കൊന്നും വേണ്ട. പാമ്പൊക്കെ ദ്രോഹി തന്നെയാണ്. ദ്രോഹിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ നമ്മൾ ദൈവം അനുവദിച്ചിട്ടൊക്കെയുണ്ട്. ഒരു സഹതാപം അവരോട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാരെ കൊല്ലുമ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ അത് വിഷയം മാറില്ല. എന്താവട്ടെ. അപ്പോൾ അങ്ങനെ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം റോമിൽ വരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് കഴുത്തറക്കപ്പെട്ട് വധിക്കപ്പെട്ടത്. ആ സ്ഥലം ഇന്നും ത്രസ് ഫോണ്ട 3 സ്ഥലത്ത് രക്തം വീണ വഴികളുണ്ട് റോമിൽ ഒരു സ്ഥലത്ത്. പിന്നെ അദ്ദേഹത്തിന് വധിച്ചത് റോമിൻ നഗരത്തെ പുറത്താണ് വധിക്കപ്പെട്ടത്. കഴുത്തറക്കപ്പെട്ട് കൊന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സെൻറ്റ് പോൾ ബസലിക്ക ഔട്ട് ഓഫ് ദ ടൗൺ ഓഫ് റോം. 2-3 തവണ അവിടെ എനിക്ക് പോകാനും സന്ദർശിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കണ്ടു. എന്താവട്ടെ. അപ്പോൾ അവരൊക്കെ സഹിച്ചതും അവരെ സ്വീകരിക്കപ്പെട്ടത് അത്ഭുതങ്ങളിലൂടെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ തോമാസ്ലി ആവട്ടെ, അതിന് പിന്നീട് വന്ന മിഷണറിമാരൊക്കെ എന്തെങ്കിലും പ്രത്യേക വരങ്ങളുള്ളവരായിരുന്നു. ആദ്യകാലത്ത് വന്നത് പോർച്ചുഗീസ് മിഷണറിമാർ തന്നെയാണ്. വാസ്കോഡി ഗാമ ഒരു കത്തോലിക്കനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന പിന്നാലെ അവരൊക്കെ വന്നു. അപ്പോൾ അവർ വന്ന് കച്ചവടത്തിന് വന്നൊന്നുമല്ല, അവർ വിശ്വാസം പ്രഖ്യാപിക്കാൻ വന്നത്.
ഇവിടെ മാർപ്പാപ്പരെ പോലെ അവിടെ പോയിട്ട് ഇങ്ങനെ പഞ്ചാര അടിക്കാൻ വന്നൊന്നുമല്ല അവരിവിടെ. എല്ലാം ഒന്നാണെന്ന് പറയാനല്ല. നിങ്ങൾ ആരൊക്കെ ദൈവങ്ങളാണോ മക്കളെ എന്ന് ചോദിക്കായിരുന്നു. അല്ല, ഒരാൾ മരിച്ചിട്ടുണ്ട് കുരിശിൽ, അദ്ദേഹമാണ് നിങ്ങളുടെ രക്ഷകൻ. ഇതാണ് അവർ പറയുന്ന സത്യം. അതേ പറയുണ്ടോ? അതിനു വേണ്ടി അവർ കർത്താവ് അവർ ഉപയോഗിച്ചു, ത്യാഗങ്ങൾ ചെയ്തു. അപ്പോൾ അവരൊക്കെ വെൽക്കം ചെയ്തത് നമ്മൾ അന്ന് നാട്ടിലെ ആര് ചോളന്മാരാണോ പാണ്ഡ്യന്മാരാണോ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവിടെയും എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുക തോമാസ് അവിടെ ചെന്നൈമല ഒളിച്ചിരിക്കുകയെന്ന് പറയണേ, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ. അപ്പോൾ ആ എന്നിട്ട് പറയുക പാർക്കെട്ടിൻ്റെ ഒളിച്ച് ചിന്നമലയിൽ ആ മലയൊക്കെ പൊളിച്ച് കളഞ്ഞ് അവിടെ വേണ്ട ഇപ്പോഴത്തെ മെത്രാന്മാരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ. എനിക്ക് സങ്കടമായി കണ്ടപ്പോൾ. പണ്ട് ആ മല അവിടെ ഉണ്ടായിരുന്നു, ആ പാറക്കെട്ട് ഉള്ളിൽ മാതാനം കൊണ്ട് വെച്ചിരിക്കുക. തോമാസിയുടെ മാതാനം വെക്കണം, അതിന് വേറെ സ്ഥലമുണ്ട്. ഞാൻ ഇപ്രാവശ്യം പോയിട്ട് കണ്ടു അത്, ആ ചിന്നമല. ആ ചരിത്രപരമായ രേഖകളൊക്കെ പലതും മാറിപ്പോയി അവിടെ നിന്ന്. അത് ചില മണ്ടന്മാരും സ്കോളേഴ്സ് പണ്ഡിതന്മാർ പറയുന്ന തമിഴച്ചന്മാരുടെ മണ്ടത്തരം എനിക്ക് തോന്നുന്നു അവിടെ. ഞാൻ കണ്ടപ്പോൾ ആ ഫ്രെസ്കോ എന്ന് പറയും, നമ്മുടെ ആൾക്കാർ മോളി പറയും, എന്നെ ഫ്രെസ്കോ എന്ന് പറയും. അവിടെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല അവിടെ. പഴയ തമിഴിൽ തോമാറ്റയുടെ എങ്ങനെ വധിക്കപ്പെടുക വരയ്ക്കാണ്, ആണ് ചിത്രം കൂടെ. അപ്പോൾ അവിടെ പീഡനമൊക്കെ ഉണ്ടായിരുന്നു. ആ പീഡനം ഉണ്ടായിട്ടും അത്ഭുതങ്ങളിലൂടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ സഭ വളർന്നു വന്നു. ഇന്ന് സഭ വളരുന്നതും മിഷൻ നാടുകളിലും സ്കൂളുകളും ആസ്പത്രികളും സേവനങ്ങളും ചെയ്തുകൊണ്ടാണ്. മതതരത്തിനെ പുച്ഛിച്ച് തള്ളിയവരാണ് ഈ BJP-കാരൊക്കെ. അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞവരാണ്. ആ പാട്ടത്തെ സന്യാസ്ത്രീ ആ 5 രൂപയും പിടിച്ചിട്ട് ഒന്നാണ് അൽബേനിയയിൽ നിന്നും. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു അൽബേനിയ ലെനിൻ്റെ കാലത്ത്. അവിടെ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ കാൽക്കട്ടയിൽ വന്ന് സേവനം ചെയ്യാൻ വന്ന മറ്റൊരു സഭയിൽ നിന്ന് വിട്ടിട്ട്. അപ്പോൾ അവരെ പോലും ബഹുമാനിക്കാമെന്ന് സാധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ സേവനം കണ്ടപ്പോൾ ആ സേവനം കണ്ടുകൊണ്ടാണ് ആ പീഡനങ്ങൾ മാറ്റി ബംഗാളികളും മാർക്സിസ്റ്റുകാരും അംഗീകരിച്ച് തുടങ്ങിയത്, ബ്രാഹ്മണന്മാരും ബ്രഹ്മന്മാരും ഒക്കെ. ഇന്നും അവർക്കത് ദഹിക്കണില്ല. കാരണം ഈ പറയുന്ന BJP-കാർക്കോ മാർക്സിസ്റ്റ് അങ്ങനെയൊരു ത്യാഗം ചെയ്യുന്ന അവർക്കൊണ്ട് പറ്റില്ല. ഈ റോട്ടിൽ കിടക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് വളർത്തിയെടുക്കുക, തുടയ്ക്കുക, വൃത്തിയാക്കുക, ശുശ്രൂഷിക്കുക എന്നെ കൊണ്ട് പറ്റില്ല. ഉള്ള കാര്യം പറഞ്ഞുതരാം. ഞാൻ ഒരിക്കൽ ഇതുപോലെ പഠിക്കുന്ന കാലത്ത് പഠിച്ച് പ്രൈവറ്റ് പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ഇരിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടായി. കോഴിക്കോട് ക്രൈസ്തവോളം താമസിക്കേണ്ടി വന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പോകാൻ അവിടെ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു മലയാളി ജസ്റ്റുകാരൻ കാപ്പിടിക്കുമ്പോൾ അന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പാടുപെട്ട് സമരം ചെയ്ത കന്യാസ്ത്രീ ഉണ്ട് അവിടെ, അവളും ഉണ്ടായിരുന്നു അവിടെ. അവളവിടെ കിടന്ന മാനഞ്ചിറ മൈതാനത്ത് ഉപവാസം ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മുഖമൊന്നും കണ്ടിട്ടില്ല. ഒരു സാരൂത്തെ സിസ്റ്റർ. അപ്പോൾ അവർ രണ്ടാളും കാപ്പിടി പറയാം, മദർ തെരേസ പുണ്യം നല്ല ചെയ്യണേ. ആ പിഴച്ചുപെട്ട കുട്ടികളെ നോക്കിക്കൊണ്ട് എന്താ പറയുക ധനവാന്മാരെ സഹായിക്കുകയാണ്. എങ്ങനെ അസഭ്യം. ഞാൻ പറഞ്ഞു രാണ്ടത് കൊന്നിക്കടിക്കുന്ന പറഞ്ഞാണ്ടതിനോട് കന്യാസ്ത്രീയോട് അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ അമ്മയുടെ കാല് കഴുകി കുടിക്കാൻ കഴിവില്ലാത്തതാണ് നിങ്ങൾ ജെസ്യൂട്ടുകാർ ഇവിടുത്തെ അച്ഛന്മാർ. മനസ്സിലായി? അന്നേരം നിങ്ങൾ ആ അമ്മ കളിയാക്കുക. അമ്മ പുണ്യത്തിനായിട്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും. ഇത് 79 കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിഹാസം, വലിയ പുച്ഛാണ്. ഞങ്ങളുടെ വിപ്ലവം പറഞ്ഞാൽ മതി, അതാണ് ഞങ്ങളുടെ കാര്യം എന്ന് പറയുന്ന ജെസ്യൂട്ട് അച്ഛന്മാർ ഇന്നും നാട്ടിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൽ കുറച്ച് മേട്ടാണികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാനാണ്. നമ്മുടെ വട്ടൂര് തൊട്ട് വട്ടയിൽ പോലെ എല്ലാവരൊക്കെ അവിടെ ഉണ്ടാവാം. അത് അതിൻ്റെ ശാഖകളാണ്. അവർക്കൊക്കെ ഇഷ്ടമാണ്. അവർ മാധ്യമങ്ങൾ വലിയ വിളിക്കവരെ. കാരണം എന്താണ്, അവരെ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങൾ പറയുന്നവരായതുകൊണ്ട് സ്വീകരിക്കും. അവരൊന്നും ഈ പറഞ്ഞ പോലെ മദർ തെരേസയെ പോലെ ശുശ്രൂഷിക്കാൻ സാധിക്കില്ല. എന്തിനു പറയും, ഞങ്ങളുടെ രൂപതയിൽ തൃശ്ശൂർ ഞങ്ങളുടെ ബിഷപ്പായിരുന്ന കുണ്ടുകുളം പിതാവിൻ്റെ ആ സേവനം നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഹീറോ ആണ്. ഞങ്ങൾ ചിലപ്പോൾ പെരുന്നാളിനെ കുറിച്ച് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട്. പക്ഷേ അദ്ദേഹം എത്രനാളിന് മുമ്പ് ആ പുല്ലഴിയിൽ അനാഥ കുട്ടികളെ, ഗർഭിണിയായ കുട്ടികൾ, എനിക്ക് തോന്നുന്നു അവരൊക്കെ എനിക്ക് മുഴുവൻ അറിയില്ല. ഞാൻ മൈനർ സെമിനാരി പഠിക്കാം തോപ്പിൽ ഇതിൽ. അന്ന് ഞങ്ങളെ കൊണ്ട് കാണിക്കുകയാണ് റേക്ടച്ചൻ. അതിപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ആ നേരത്ത് ജോസഫ് അച്ഛൻ മുണ്ടെടുത്ത് കാളേനെ പൂട്ടണ് പാടത്ത്, ഔസപ്പേട്ടൻ. പിന്നീട് മെത്രനാവുന്ന ജോസ് കൊണ്ടുപോകണം. പക്ഷേ ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ സ്ഥാപനം തുടങ്ങിയത് അച്ഛനാണ്. ഇന്നും ആ ക്രഷ്, ആ കുഞ്ഞുങ്ങളുടെ അന്ന് 100 കുട്ടികളെന്ന് എൻ്റെ ഓർമ്മ.
കാർമലത്തെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ നോക്കുന്നത് നമ്മളാണ്. അത് കൊന്നു കളയലല്ല. കൊന്നു കളയുന്ന കുട്ടികളെ രക്ഷിച്ച് പ്രവചിച്ച് കഴിയുമ്പോൾ സംരക്ഷിക്കുന്നതാണ്. അബോഷനെതിരായി പ്രവർത്തിച്ച ഒരു അറിഞ്ഞും അറിയാതെ കണ്ട് സംരക്ഷിച്ച ഒരു വന്യ ഹീറോ ആണ് നമ്മുടെ ജോസഫ് കുണ്ടുകുളം. പല പ്രസംഗിക്കാൻ മിടുക്കനാണ്, കലക്കും, എന്തിനും നേതൃത്വം കൊടുക്കും. അത് വേറെ ഗുണങ്ങൾ. ധ്യാനഗുരുവായിരുന്നു ഒക്കെ. പക്ഷെ ആ സേവനം പലർക്കും അറിയില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും ആ സ്ഥാപനം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെയാണ് മറ്റുള്ള മന്ദബുദ്ധിയുള്ള സ്ഥാപനം തുടങ്ങി. ഇതൊക്കെ നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലും സ്കൂൾ സെൻറ് തോമസിലും പഠിച്ച് EMS ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരനായെങ്കിൽ അത് നമ്മുടെ കുറ്റം തന്നെ, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം അന്ന് പ്രമാണിമാർ ഭരണമായിരുന്നു കോളേജിലും സ്ഥാപനങ്ങളിലൊക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മുണ്ടശ്ശേരി മാഷ്ക്ക് പോലും പഠിക്കാൻ അവിടെ സാധിച്ചില്ല എന്ന് കേട്ടെ. അപ്പോൾ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായി. അപ്പോൾ അത് മറ്റൊരു വശം. സഭയിലുണ്ടായിരുന്ന ഈ ഉച്ച നീചത്വങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മാനസികമായ സമൂഹത്തിൻ്റെ ബലഹീനതകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളാരും ക്രിസ്ത്യാനികളാരും അതിഥികളല്ല എന്നതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ മെയിൻ കാര്യം. വി ആർ നോട്ട് ഗസ്റ്റ്, വി ആർ ദ സൺസ് ഓഫ് സോയിൽ. മനസ്സിലായോ? ക്രിസ്ത്യാനിയുടെ വളർന്നവിടെ അവതാരം കൊണ്ടൊന്നല്ല. ഞാൻ ക്രിസ്ത്യാനി BJPയുടെ ഹിന്ദുക്കളുടെ അധികാരം, ഞാൻ ക്രിസ്ത്യാനി ഞാനാവും. അത് ഇന്നും നമ്മുടെ പെന്തക്കോസ്തുകാർ നോർത്ത് ഇന്ത്യ വിട്ട് പറയില്ലേ, നിങ്ങൾ കൊന്നാലും വേണ്ടിയില്ല ഞങ്ങൾ കർത്താവ് യേശുവിനെ പ്രസംഗിക്കും. നമ്മുടെ സിസ്റ്റേഴ്സും ചെയ്യും, അതുപോലെ ചെയ്യുന്നുണ്ട്. മിഷണറിമാർ കുറേ ചെയ്യും, കുറേ പേര് കള്ളത്തരം പറഞ്ഞ് നടക്കും, സ്കൂൾ പേര് സൂക്ഷിച്ച് നടക്കുന്നുണ്ട് അവിടെ. അത് ഞാൻ കണ്ടത് തന്നെയാണ്. ആ സുവിശേഷം പ്രസംഗിക്കാനൊരു ഉപകരണമാണ് നമ്മുടെ വിദ്യാസ്ഥാപനങ്ങളും മറ്റെല്ലാതും. സേവനവും ശുശ്രൂഷയോടൊപ്പം സുവിശേഷം പ്രസംഗിക്കുക. അങ്ങനെയാണ് സഭ വളർന്നു വന്നത്. അതിൽ ഇപ്പോഴും എതിർപ്പില്ലേ? അങ്ങനെ മിസ്റ്റർ കുര്യൻ ജോർജ് ഇപ്പോഴും പറയണം, ഈ ക്രിസ്മസ് വരട്ടെ കണ്ടോളം നിങ്ങൾ. ഒരൊറ്റ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷിക്കാൻ BJPക്കാർ മധ്യപ്രദേശിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും സമ്മതിക്കില്ല. എന്നിട്ടാണ് നമ്മൾ പുണ്യം പറയണേ. ഇപ്പം അവർക്ക് നമ്മുടെ വോട്ട് കിട്ടണം. തൃശ്ശൂർക്കാർ വോട്ട് ചെയ്തത് അവിടെ തർക്കം ഞാൻ കൊണ്ട് പൂരം കളിക്കൊണ്ട് മാത്രമൊന്നുമല്ല, അത് മാറ്റിട്ടുപാട് ചെയ്ത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അവിടെ നല്ല തൃശ്ശൂർക്കാർ നസ്രാണികൾക്ക് ഒരു ഗുണമുണ്ട്. മാതാവിനോട് പോയി പ്രാർത്ഥിച്ചില്ല, അന്ന് ഞങ്ങളെ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ കുറേ നസ്രാണികൾ അയാൾക്ക് വോട്ട് ചെയ്ത് കൊടുത്തു. സുരേഷ് നല്ലൊരു മനുഷ്യനാണ്, ഞാൻ അംഗീകരിക്കണു. അയാൾ ദാനധർമ്മം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ജയിച്ചതാ. അല്ലാണ്ട് ഇവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷത്തിന് ഇപ്പം നമ്മുടെ സുനിൽ കുമാർ പറഞ്ഞ പോലെ അയാൾ അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? CPIക്കാരൻ. അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്കും അയാൾ മുരളീധരനെ കൊണ്ടുവന്ന നല്ല കാര്യമാണ്. കാരണം പെങ്ങൾ കാലുമാറിപ്പോയില്ലോ വലിയ പുണ്യം പറഞ്ഞിട്ട് സ്ഥാനം കിട്ടാണ്ടായപ്പോൾ പത്മജ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവിടെ കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ജയിച്ചത് ആ 10,000-70,000 വോട്ട് ജയിക്കാനുള്ള കാരണം സാധാരണ ക്രിസ്ത്യാനികൾ ഇരിഞ്ഞാലക്കുടയും കരുവന്നൂരും പ്രത്യേകിച്ച് ആ കേസുള്ളപ്പോൾ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തട്ടിക്കളിക്കുക. അപ്പോൾ അതിൽ വെറി പോണ്ട നസ്രാണികൾ അതുപോലെ മാതാവിനോട് ഭക്തി കാണിച്ചെന്ന് പറഞ്ഞ അയാളെ അംഗീകരിച്ചു കൊടുത്തു. നിന്നെ തലയിരിക്കട്ടെ നിൻ്റെ MP സ്ഥാനം എന്ന് കൊടുത്തതാണ് അല്ലേ സത്യം? അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ജോർജ് കുര്യൻ കിട്ടുമെന്ന് എനിക്കറിയാം. ഇനി കിട്ടുമായിരിക്കും പാലക്കാരുടെ ഇടയിൽ. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. കുര്യൻ സാറിന് ഞാൻ എല്ലാ ആശംസ തരുന്നു, ഇല്ലയെന്ന് പറയില്ല. അങ്ങനെ ഇന്ന് BJPക്കാർ ആ പ്ലേറ്റൊക്കെ മാറ്റി ഇപ്പോൾ നമ്മുടെ ശോഭ സുധേന്ദ്രനും അല്ലെങ്കിൽ ശശികല ടീച്ചർക്ക് എന്തെല്ലാം അസഭ്യങ്ങളാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയോ? അവളുടെ പ്രസംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഞാൻ, ചരിത്രം നിരീക്ഷിക്കുന്നവനാണ്. ഓരോ രാജ്യത്തും കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു, BJPക്കാർ എന്ത് ചെയ്യുന്നുള്ളതിൻ്റെയൊക്കെ ഒരുവിധം എന്താ പറയുക, നമ്മുടെ ജയശങ്കർ വക്കീലിനേക്കാൾ കൂടി എനിക്കറിയാം. അയാളൊക്കെ എൻ്റെ പ്രായക്കാരൻ എനിക്ക് തോന്നുന്നു. അയാൾ വക്കീലായി, ഞാൻ അച്ഛനായത്രേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് 57 മുതലുള്ള രാഷ്ട്രീയങ്ങൾ ചരിത്രങ്ങൾ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടും പഠിച്ചും കേട്ടും ഒക്കെ ഇരിക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളാരും അവിടെ അവതാരം കൊണ്ട് ക്രിസ്ത്യാനികളായതല്ല. നമ്മുടെ വിശ്വാസം കൊണ്ടുപോകാൻ കൈത്തിരി തോമാസ് കൊണ്ടുവന്നു. അദ്ദേഹം യഹൂദനാണ്. ഇവിടെ യഹൂദന്മാരുണ്ടായിരുന്നു. അവർ വന്നത് മാംസം മുങ്ങാനൊന്നല്ല വന്നത്, അവർ കച്ചവടത്തിന് വന്നവരാണ്. അവരുടെ ഇടയിൽ വന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, നമ്മൾ വളർന്നു വന്നു. ഇന്ന് സഭ വളരുന്നുണ്ടെങ്കിൽ അതാണ്. എവിടെ തളരുന്നുണ്ടോ അവിടെ എപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ, ക്രിസ്ത്യാനി വിശ്വാസത്തെ കളങ്കപ്പെടുത്തി അത് മതേതര സ്വഭാവങ്ങളെന്ന് പറഞ്ഞ് കളങ്കപ്പെടുത്തി മറ്റു മതങ്ങളുടെ കൂടെ ഓടിച്ചാടാനുള്ള ആ ആവേശത്തിൽ മാർക്സിസ്റ്റുകാർ പ്രീതിപ്പെടുത്താൻ BJPക്കാർ പ്രീതിപ്പെടുത്താൻ വേണ്ടി
പൂരങ്ങളും ആഘോഷങ്ങളും പള്ളിപ്പറ നടത്താൻ അനുവദിച്ചുകൊണ്ട് നടത്തുമ്പോൾ സഭ തകർന്നു പോകും. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, അത് അപകടമാണ്. ഒന്നാം കൽപ്പിന് രണ്ടാം കൽപ്പിന് എതിരായിട്ടുള്ള പാപമാണ്. അത് പറയാൻ ഞങ്ങളുടെ ദുഷ്ട മെത്രാന്മാരും വൈദികരും വിശ്വാസികളും തയ്യാറാവണമെന്നും ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയ കുര്യൻ സാറിൻ്റെ ഇതിനോടുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ വചനം ഇട്ടത്. നമ്മളാരും അതിഥികളല്ല. നമ്മുടെ പൂർവികർ ഈ ഭാരതനാട്ടിൽ ജനിച്ചു വളർന്ന പട്ടരോ പെരിച്ചാഴിയോ ആരെങ്കിലൊക്കെ ആവട്ടെ, നമ്പൂരാവാം, ബ്രാഹ്മണനാവാം, നായരാവാം, ചക്കിളിയനാവാം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വേട്ടുവന്മാരാവാം, പുലയന്മാരാവാം, അവർക്ക് ഇവിടുത്തെ മക്കളാണ്. അവർക്ക് വിശ്വാസം സ്വീകരിച്ചത് അവർക്ക് കിട്ടിയ വിശ്വത ദാനങ്ങൾ കൊണ്ടാണ്. അവരാരും വിദേശികളല്ല എന്നുള്ള കാര്യം എല്ലാ രാഷ്ട്രീയ കക്ഷികളും തത്വചിന്തകരും മാധ്യമ പ്രവർത്തകരും മനസ്സിലാക്കിയിരിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറുനാടൻ മലബാറി, പുറത്തൂർ.